അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ദി ചെയിൻ ഓഫ് ലൈഫ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ആ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു മരത്തിൽ എന്തോ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട് അല്ലേ? ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. അതിന് താഴെയുള്ള വെള്ളത്തിലുള്ള മീനിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? ദെൻ വിച്ച് ബേർഡ് ഈസ് ഇൻ ദി പിക്ചർ? ഈ പിക്ചറിലുള്ള ബേർഡ് പക്ഷി ഏത് പക്ഷിയാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, കിങ് ഫിഷർ ആണ് അല്ലേ? മീൻകൊത്തി പൊന്മാനാണ് ഈ പിക്ചറിൽ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യെസ്, മീൻ തന്നെയാണ് അല്ലേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. വെർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? ഈ ബേർഡിനെ എപ്പോഴും നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് കാണാറുള്ളത്? നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഈ ബേർഡിനെ കാണാറുണ്ടോ? ഇല്ല അല്ലേ? മിക്കവാറും ഈ ബേർഡിനെ കാണുന്നത് എവിടെയാണ്? നമ്മുടെ കുളങ്ങളുടെയോ അല്ലെങ്കിൽ റിവർ, പുഴയുടെയൊക്കെ അരികിലായിട്ടാണ് ഈ ബേർഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റുക. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവർ എപ്പോഴും ഈ കുളത്തിൻ്റെയും പുഴയുടെയൊക്കെ അരികിലായിട്ട് ജീവിക്കുന്നത്, അവിടെയായിട്ട് ഇവരെ കാണപ്പെടുന്നതിനുള്ള കാരണമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? യെസ്, അവർക്ക് പെട്ടെന്ന് മീനുകളെയൊക്കെ വേഗത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അവർക്ക് വിശക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്കിങ്ങനെ വെള്ളമുള്ള സ്ഥലങ്ങളിലായിരിക്കണം അവർ ജീവിക്കുന്നത് അല്ലേ? കാരണം അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷാണ്. ദ കിങ് ഫിഷർ ലിവ്സ് ഇൻ ബുറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്സ്. നദീതീരത്തോ കുളക്കരയിലോ ഒക്കെയുള്ള മാളങ്ങളിലാണ് ഈ കിങ് ഫിഷർ, ഈ പൊന്മാന് താമസിക്കുന്നത്. ദ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദ ക്യാൻ ഫിഷ്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ഈ കിങ് ഫിഷറിന്റെ ഫുഡ് മീനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട്, ഫുഡിനുള്ള സൗകര്യം നോക്കിയിട്ട് അവർ ഇതുപോലെയുള്ള കുളത്തിൻ്റെ പുഴയുടെയൊക്കെ അരികിലാണ്, അവിടെയുള്ള മാളങ്ങളിലാണ് താമസിക്കുന്നത് അല്ലേ? ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് എറൗണ്ട് us who eat various kinds of food. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? അവർ കഴിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ കിങ് ഫിഷർ ഫിഷാണ് കഴിക്കുന്നത് പറഞ്ഞു അല്ലേ? ദെൻ അതുപോലെ ചില ആനിമൽസ് ഉണ്ട് അല്ലേ? ആനിമൽസ് എന്താ കഴിക്കാറുള്ളത്? പുല്ല് അല്ലേ? പുല്ലും ഇലകളൊക്കെ കഴിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എന്താ കഴിക്കാറുള്ളത്? യെസ്, ചോറും കറിയൊക്കെയാണ് കഴിക്കാറുള്ളത് അല്ലേ? ദെൻ അതുപോലെ പലതരം ഫുഡുകളാണ് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? എന്താണ് ഗോട്ടിൻ്റെ, ആടിൻ്റെ മെയിൻ ഫുഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? ഇലകളും പുല്ലുകളും ഒക്കെയാണ് അവർ കഴിക്കാറുള്ളത് അല്ലേ? ദെൻ വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? ഇതുപോലെ പാർട്സ് ഓഫ് പ്ലാന്റ്സിലെ സസ്യഭാഗങ്ങൾ കഴിക്കുന്ന വേറെ ഏതെല്ലാം ജീവജാലങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏതൊക്കെ എഴുതാം? ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ? ഡീർ, റാബിറ്റ് അല്ലേ? മാന്, മുയൽ. ദെൻ നമുക്ക് എഴുതാം? കൗ എഴുതാം അല്ലേ? പശു. ദെൻ ഗോട്ട് എഴുതാം, ആടെന്ന് എഴുതാം, അതുപോലെ എലിഫൻറ്റ്, ഇതൊക്കെ എഴുതാം അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് ആണ് അല്ലേ? ആഹാരവും അതുപോലെ അവരുടെ ഹാബിറ്റേറ്റ്, താമസ സ്ഥലവും. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് നോക്കിയേ. റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്തൊക്കെ ജീവികളാണുള്ളത് നമുക്ക് നോക്കാം അല്ലേ? യെസ്, മുകളിലൊരു ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, തുമ്പിയുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ക്രെയിൻ അല്ലേ? ഒരു കൊക്ക്. ദെൻ ഒരു ക്രോ, ഒരു കാക്ക. ദെൻ ഇവിടെ ഒരു സ്നേക്ക് ഉണ്ട് അല്ലേ? പാമ്പ്. പിന്നെ ഒരു ഫ്രോഗ് ഉണ്ട്. ദെൻ അതുപോലെ ഗ്രേസ് ഷോപ്പർ അല്ലേ? പുൽച്ചാടി ഉണ്ട്. ഒരു ക്രാബ് ഉണ്ട്, ഒരു ഞണ്ട്. ദെൻ അതുപോലെ ഒരു ടോട്ടോയ്സ് അല്ലേ? ഒരു ആമയുണ്ട്. പിന്നെ സ്നെയിൽ അല്ലേ? ഒരു ഒച്ചുണ്ട്. അതുപോലെ ആ വെള്ളത്തിലൊരു ഫിഷും ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്ന ക്രിയേച്ചേഴ്സ് അല്ലേ? ഇനി എന്താ തന്നിട്ടുള്ളത്? വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? ഈ തന്നിരിക്കുന്ന ജീവികളിൽ ഏതൊക്കെ ജീവികളാണ് പ്ലാന്റ്സ് കഴിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? ഇല അല്ലെങ്കിൽ പുല്ലൊക്കെ കഴിക്കുന്ന ജീവികളിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇവിടെ സ്മോൾ ഫിഷസ് വരുന്നുണ്ട് അല്ലേ? ചെറിയ മീനുകൾ വരുന്നുണ്ട്. ദെൻ അതുപോലെ ഗ്രേസ് ഷോപ്പർ വരും അല്ലേ? പുൽച്ചാടി പുല്ല് കഴിക്കാറുണ്ട്. അതുപോലെ നമുക്ക് സ്നെയിൽ എഴുതാം അല്ലേ? ഒച്ച്. വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? ചെറിയ മീനുകളെ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്രെയിന്, അതുപോലെ ക്രോ അല്ലേ? കൊക്കും കാക്കയുമാണ് ചെറിയ ഫിഷുകളെ കഴിക്കുന്നത്.
എവറി ക്രിയേച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഓരോ ജീവിയും എന്താ മറ്റൊരു ജീവിയെ ആഹാരമാക്കുന്നവരാണ് അല്ലേ. സ്മോൾ ഫിഷേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ മീനുകൾ എന്താ കഴിക്കുന്നത്? സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. ലാർജ് ഫിഷേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ് അല്ലേ. വലിയ മീനുകളാണെങ്കിലോ ചെറിയ മീനുകളെയാണ് ആഹാരമാക്കുന്നത്. ക്രെയിൻ ഫീഡ് ഓൺ ഫിഷസ്. എന്താണ് ക്രെയിൻ? കൊക്കുകൾ എന്താ കഴിക്കുന്നത്? മീനുകളെയാണ് ആഹാരമാക്കുന്നത്. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുപയോഗിച്ച് ഫില്ല് ചെയ്യണം? നമ്മൾ ഈ വയലിൽ കാണുന്ന ജീവികളിൽ, നമ്മൾ മുകളിൽ ഒരു വയലിൻ്റെ ചിത്രം കണ്ടല്ലോ, അതിലുള്ള ജീവികളെ ഉപയോഗിച്ച് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് പ്ലാന്റ് തന്നിട്ടുള്ളത് അല്ലേ, സസ്യം കഴിക്കുന്നത് ആരാ? യെസ്, സ്മോൾ ഫിഷിലെ ചെറിയ മത്സ്യങ്ങളാണ് സസ്യം കഴിക്കാറുള്ളത്. ദെൻ സ്മോൾ ഫിഷിനെ എന്താ കഴിക്കുക? യെസ്, ലാർജ് ഫിഷിലെ വലിയ മീനുകൾ കുഞ്ഞു ഫിഷുകളെ കഴിക്കും. ദെൻ ഈ വലിയ മീനുകളെ ആര് കഴിക്കും? യെസ്, ക്രെയിനിലെ കൊക്ക് കഴിക്കും. നെക്സ്റ്റ് വരുന്നത് പ്ലാന്റിനെ സ്മോൾ ഫിഷ് കഴിക്കും. ദെൻ സ്മോൾ ഫിഷിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ ക്രെയിൻ കഴിക്കും അല്ലേ, അത് രണ്ടാമത്തെ. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് തന്നിട്ടുണ്ട്. ദെൻ അതിന് നേരെ പ്ലാന്റ് കഴിക്കുന്ന വേറെ ജീവി ഏതാ അതിലുള്ളത്? യെസ്, ഗ്രാസ് ഹോപ്പർ അല്ലേ, പുൽച്ചാടി ഉണ്ട്, അത് എഴുതാം. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് കഴിക്കുന്നത് ആരാണ്? സസ്യം കഴിക്കുന്നത് വേം അല്ലേ, പുഴു എന്ന് എഴുതിയിട്ടുണ്ട്. ആ പുഴുവിനെ കഴിക്കുന്നത് എന്ത് എഴുതാം? ഫ്രോഗ് എന്ന് കൊടുക്കുക അല്ലേ, തവള കഴിക്കുന്ന എഴുതാം. ഓക്കെ, ദെൻ ലിങ്ക്ഡ് ടുഗെദർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേറ്റേഴ്സ്. മാന്, മുയല്, അതുപോലെ എന്താ പുൽച്ചാടി, ഇവയൊക്കെ എന്താണ്? പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേറ്റേഴ്സ് ആണ് അല്ലേ, സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ് അല്ലേ. ദെൻ കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേറ്റേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. എന്നാൽ ഈ മാനിനെയും മുയലിനെയും പുൽച്ചാടിയെയും കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഈ താഴെ തന്നിരിക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എഴുതിയിട്ടുണ്ട് അല്ലേ, പ്ലാന്റ് എന്ന് എഴുതിയിട്ട് അത് എന്ത് കഴിക്കും? പ്ലാന്റ് ഡിയർ കഴിക്കും. then അതുപോലെ റാബിറ്റ് കഴിക്കും, അതുപോലെ ഗ്രാസ് ഹോപ്പറും കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഡിയറിനെ ആരാ കഴിക്കുക? യെസ്, ഡിയറിനെ ആഹാരമാക്കുന്ന ജീവിയാണ് ലയൺ അല്ലേ. ദെൻ നെക്സ്റ്റ് റാബിറ്റിനെ ആഹാരമാക്കുന്ന ജീവി ഏത് എഴുതാം? ഫോക്സ് എഴുതാം, അല്ലെങ്കിൽ ടൈഗർ ഒക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ് ഗ്രാസ് ഹോപ്പർ അല്ലേ, ഗ്രാസ് ഹോപ്പറിനെ ആഹാരമാക്കുന്ന ജീവി നമുക്ക് ഫ്രോഗ് എന്ന് കൊടുക്കാം. പ്രസന്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദി ക്ലാസ്. ഈ ഫുഡ് റിലേഷൻഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല, അത് നിങ്ങളോട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസംസ് ആൻഡ് ഇല്യൂസ്ട്രേറ്റ് ഇൻ ദി സയൻസ് ഡയറി. ഇനി ഇതിൽ കുറച്ചും കൂടി ഓർഗാനിസംസ് ആഡ് ചെയ്തിട്ട്, കുറച്ചും കൂടി ജീവികളെയൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളോട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, ഒന്നും കൂടി വലുതാക്കാനല്ലേ, ഒരു വലിയ ഫുഡ് റിലേഷൻഷിപ്പ് തയ്യാറാക്കിയിട്ട് അത് നിങ്ങളോട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്, ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ത് കൊടുക്കാം? പ്ലാന്റ് അല്ലേ. പ്ലാന്റിനെ എന്ത് കഴിക്കും? ഗ്രാസ് ഹോപ്പർ കഴിക്കും. ദെൻ അതിനെ ഫ്രോഗ് കഴിക്കും, അതിനെ സ്നേക്ക് കഴിക്കും, അതിനെ ഈഗിൾ കഴിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് ഗോട്ട് കഴിക്കും അല്ലേ, ആട് കഴിക്കും, ആടിനെ ടൈഗർ കഴിക്കും. ഓക്കെ, അപ്പോൾ അതൊന്നായി. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലാന്റിനെ കാറ്റർപില്ലർ കഴിക്കും. കാറ്റർപില്ലറിനെ ആര് കഴിക്കും? മൗസ് കഴിക്കും അല്ലേ. ദെൻ മൗസിനെ ആരാ ഫുഡാക്കുന്നത്? വോൾഫാണ് അല്ലേ. വോൾഫ് എന്ന് വെച്ചാൽ എന്താ? ചെന്നായ. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലാന്റിനെ ആരാ കഴിക്കുന്നത്? വോം കഴിക്കും അല്ലേ, പുഴുക്കൾ, ചെറിയ ചെറിയ എന്താ പുല്ലുകളൊക്കെ കഴിക്കൂലേ. ദെൻ അവയെ ഫോൾ കഴിക്കും. ഫോൾ എന്ന് വെച്ചാൽ പക്ഷിയാണ്. ദെൻ പക്ഷികളെ എന്ത് കഴിക്കും? സ്നേക്ക് കഴിക്കും അല്ലേ, പാമ്പ്. നെക്സ്റ്റ് വരുന്നത് ഈഗിൾ എന്ന് വെച്ചാൽ എന്താ? കഴുകൻ അല്ലേ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡിന് വേണ്ടിയിട്ട് ജീവജാലങ്ങൾ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഇങ്ങനെയുള്ള അവരുടെ ആ ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഇവിടെ താഴെ തന്നിരിക്കുന്ന പിക്ചർ കണ്ടല്ലോ, അതിൽ തന്നെ ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്പുകൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ എന്താ? ഫസ്റ്റ് ഒരു പ്ലാന്റ് അല്ലേ, ആ പ്ലാന്റിന് മാന് കഴിക്കുന്നു, ദെൻ മാനിനെ ടൈഗർ കഴിക്കുന്നു. അപ്പോൾ അതെന്താ? അതൊരു ഫുഡ് റിലേഷൻഷിപ്പായി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ്, ദെൻ അതിനെ ആരാ കഴിക്കുന്നത്? കൗ കഴിക്കുന്നുണ്ട്, ദെൻ അതിനെ ടൈഗർ കഴിക്കുന്നു. അപ്പോൾ ഒരു രണ്ടാമത്തെ ഫുഡ് റിലേഷൻഷിപ്പായി. ദെൻ അതുപോലെ നെക്സ്റ്റ് എന്താ? ഇവിടെ നെല്ലാണ് തന്നിട്ടുള്ളത് അല്ലേ, അതാരാ കഴിക്കുന്നത്? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്, ദെൻ ബേർഡ് കഴിക്കുന്നുണ്ട്, അതിനെ ഫോക്സ് കഴിക്കുന്നുണ്ട്, അതിനെ വൾച്ചർ കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തേർഡ് വൺ. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ?
അതുപോലെ തന്നെ നെല്ലാണ്, ദെൻ അതിന് ഗ്രാസ് ഷോപ്പർ, ദെൻ അതിന് മങ്കി, ദെൻ അതിന് എന്താ പുലിയാണ് വരുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ നെല്ല്, അതിനെ എലി കഴിക്കുന്നു, ദെൻ എലിയെ പൂച്ച കഴിക്കുന്നു, പൂച്ചയെ പുലി കഴിക്കുന്നു. ദെൻ നെക്സ്റ്റ് നെല്ല്, അതിന് മാന് കഴിക്കുന്നു, മാനിനെ എന്താ പുലി കഴിക്കുന്നു, ദെൻ പുലിയെ വൾച്ചർ കഴിക്കുന്നു അല്ലേ. സോ ഈ രീതിയിലുള്ള ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്പുകൾ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി കോ എക്സിസ്റ്റൻസ് അറ്റ് ദി സീ ആണ് അല്ലേ. കടലിലുള്ള ഇതുപോലെയുള്ള എന്താ ആഹാര ശൃംഖലകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? നമ്മളിപ്പോൾ ലാൻഡിൽ കരയിലുള്ള ഫുഡ് റിലേഷൻഷിപ്പുകൾ കണ്ടല്ലോ അല്ലേ. ആഹാര ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടിട്ടുണ്ട്. ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഈ രീതിയിൽ തന്നെ കരയിൽ മാത്രമല്ല കടലിലും ഇതുപോലെയുള്ള ഫുഡ് റിലേഷൻഷിപ്പുകൾ, ആഹാര ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ കടലിലുള്ള കുറച്ച് എന്താ ക്രിയേച്ചേഴ്സിനെ, ജീവികളെ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഷാർക്ക്, സ്രാവ്, ദെൻ സാർഡൈൻ എന്ന് വെച്ചാൽ എന്താ മത്തിയാണ്, സ്മോൾ ഫിഷസ് അല്ലേ ചെറിയ മീനുകൾ, ദെൻ സീ ടർട്ടിൽ, കടലാമ. നെക്സ്റ്റ് വരുന്നത് പ്ലാങ്ക്ടൺ ആണ്. പ്ലാങ്ക്ടൺ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡി. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റേറ്റ് സിസ്റ്റം ഓഫ് ദി ഓഷ്യൻ. ഓഷ്യനിലെ ഈ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയുടെ ആ ഒരു ഹാബിറ്റേറ്റ് സിസ്റ്റത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാ? പ്ലാങ്ക്ടൺ ആണെന്നാണ് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡിലത്തെ ആണെങ്കിൽ കരയിലുള്ള ഈ ആവാസ വ്യവസ്ഥയുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ആരാ? പ്ലാന്റ് ആണ് അല്ലേ, സസ്യങ്ങളാണ് അല്ലേ. ആദ്യം സസ്യമാണ് വരിക, ദെൻ നെക്സ്റ്റ് ആണ്. അതുപോലെ കടലിലത്തെ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? പ്ലവകങ്ങൾ അല്ലേ. അതിലെ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു? ചെറിയ സസ്യങ്ങളെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. Look at the information in the table below and draw a food web that includes these organisms. ഇനി താഴെ ഒരു ടേബിൾ തന്നിരിക്കുന്നത് കണ്ടല്ലോ. അതിൽ ഒരുപാട് ഓർഗാനിസംസും അവരുടെ ഫുഡും അല്ലേ, ഒരുപാട് ജീവികളും അതുപോലെ അവരുടെ ഫുഡും എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് ഈ തന്നിരിക്കുന്ന ഓർഗാനിസംസ്, ഈ തന്നിരിക്കുന്ന ജീവികളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് വെബ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എവിടത്തെയാണ്? നമ്മുടെ ഈ സീയിലെ അല്ലേ, കടലിലെ ഒരു ഫുഡ് വെബാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓർഗാനിസംസ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ഷാർക്കാണ് അല്ലേ, നമ്മൾ പറഞ്ഞു സ്രാവ്. ഷാർക്കിൻ്റെ ഫുഡായിട്ട് വരുന്നത് ഏതൊക്കെയാ? സ്ക്വിഡ് എന്ന് വെച്ചാൽ കണവയാണ്, ദെൻ ഫിഷസ് അല്ലേ മീനുകൾ, അതുപോലെ സീ ടർട്ടിൽ കടലാമ, ഇതിനൊക്കെ എന്താ ഷാർക്ക് കഴിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന ഓർഗാനിസം സാർഡൈൻ ആണ് അല്ലേ. സാർഡൈൻ എന്ന് വെച്ചാൽ മത്തിയാണ്. മത്തിയുടെ ഫുഡ് എന്ന് വെച്ചാൽ എന്താ? സ്മോൾ ഫിഷസ് അല്ലേ, ചെറിയ ഫിഷുകൾ, അതുപോലെ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താ? പ്ലവകങ്ങൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് സീ ടർട്ടിലാണ് അല്ലേ, കടലാമ. അതിൻ്റെ ഫുഡ് വരുന്നത് പ്ലാന്റ് പാർട്സ് ആണ് അല്ലേ, സസ്യഭാഗങ്ങൾ, അതുപോലെ ഫിഷസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്മോൾ ഫിഷസ് ആണ്. അവയുടെ ഫുഡ് എന്ന് വെച്ചാൽ പ്ലാങ്ക്ടൺ ആണ് വരുന്നത് അല്ലേ, പ്ലവകങ്ങളാണ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് വെബ് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഒരു മോഡൽ ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലാങ്ക്ടൺ എഴുതാം അല്ലേ. പ്ലവകങ്ങൾ, അതിനെ സ്മോൾ ഫിഷസ് കഴിക്കും, ദെൻ സ്മോൾ ഫിഷസിനെ സ്ക്വിഡ് കഴിക്കും, അതിന് സർഡൈൻ കഴിക്കും, അതിന് ഷാർക്ക് കഴിക്കും അല്ലേ. അപ്പോൾ ഒന്നായി. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്ലാങ്ക്ടൺ, ദെൻ സർഡൈൻ, ഷാർക്ക് അല്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷ്, സീ ടർട്ടിൽ, ഷാർക്ക്. ദെൻ നെക്സ്റ്റ് പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷ്, അതിനെ സർഡൈൻ കഴിക്കും, അതിനെ ഷാർക്ക് കഴിക്കും അല്ലേ. അപ്പോൾ എത്രയായി? 4 ഫുഡ് റിലേഷൻഷിപ്പ് വന്നു അല്ലേ. ദെൻ ഇങ്ങനെയുള്ള ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്പുകൾ കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുക. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്. ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്സ് കണ്ടിന്യൂസ്ലി ഫോർ എ ഫ്യൂ ഡേയ്സ്. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ട്രീ, ഒരു മരം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കാം. ഡ്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഓർഗാനിസംസ് യു ഒബ്സർവ്ഡ്. അങ്ങനെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ജീവികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് വെബ്, ആ മരത്തിൽ വരുന്ന ജീവികളൊക്കെ ഉണ്ടാവില്ല, അവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് വെബ് നിങ്ങളോട് തയ്യാറാക്കിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഓർഗാനിസംസ്, ജീവികൾ ഏതൊക്കെയാണോ അവയെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഫുഡ് വെബ് തയ്യാറാക്കാൻ. ഓക്കെ,
ഫോർ സർവൈവൽ ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിരിക്കുന്നത് കണ്ടല്ലോ. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? അതിൽ ആ കുളത്തിലുള്ള മീനിനെ നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ആ ഫിഷിന് ആ കുളത്തിൽ ആ പൂളിൽ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനായിട്ട് എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ താഴെ തന്നിട്ടുണ്ട് അല്ലേ? സൺലൈറ്റ് വേണം അല്ലേ, സൂര്യപ്രകാശം വേണം, അതുപോലെ അക്വാറ്റിക് പ്ലാന്റ്സ് വേണം അല്ലേ. അക്വാറ്റിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താ? ജലസസ്യങ്ങൾ വേണം. പിന്നെ വേറെ എന്താ വേണ്ടത്? വേറെ നമുക്ക് ഓക്സിജൻ എഴുതാം അല്ലേ. ഓക്സിജൻ വേണം ഫിഷിന് ജീവിക്കാൻ. അതുപോലെ തന്നെ എന്താ? വാട്ടർ വേണം. വാട്ടർ ഓൾറെഡി അവിടെ പൂളിലുണ്ട്. പക്ഷേ വാട്ടറും എന്താണ്? നമ്മുടെ ഫിഷിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അല്ലേ. Then don't you think other organisms in the pond also need these components to survive? ഈ കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഉറപ്പായിട്ടും ആവശ്യമാണ് അല്ലേ. ജീവനുള്ള വസ്തുക്കൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ സൂര്യപ്രകാശവും അതുപോലെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എന്താണോ അതും ആവശ്യമുണ്ട്. അതുപോലെ ഓക്സിജനൊക്കെ ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ദെൻ കുളത്തിലെ ഘടകങ്ങളെ തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ അതിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും വരുന്നുണ്ട് അല്ലേ. ജീവനുള്ളവയുണ്ട്, ദെൻ ജീവനില്ലാത്തവയുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് നമുക്ക് ലിവിങ് തിങ്സ് എഴുതി നോക്കാം അല്ലേ. ജീവനുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് വരുന്നത്? ക്രെയിൻ അല്ലേ, കൊക്ക്, ദെൻ ഫ്രോഗ് തവള, ദെൻ ടോട്ടോയ്സ് ആമ, ദെൻ സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്, ദെൻ ഡക്ക് താറാവ്, ദെൻ ഫിഷ് വരുന്നുണ്ട് അല്ലേ, മീനുണ്ട്, ദെൻ ഗ്രാസ് ഷോപ്പർ പുൽച്ചാടി, ദെൻ അതുപോലെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് അല്ലേ, തുമ്പിയുണ്ട്, അതുപോലെ പ്ലാന്റ് അല്ലേ സസ്യത്തിനും ജീവനുണ്ടല്ലോ. നെക്സ്റ്റ് നോൺ ലിവിങ് തിങ്സ് ആണ്, ജീവനില്ലാത്ത വസ്തുക്കൾ. അതിലേതൊക്കെ വരുന്നത്? സൺലൈറ്റ് വരും അല്ലേ, സൂര്യപ്രകാശം, ദെൻ വെള്ളം, ദെൻ നെക്സ്റ്റ് സ്റ്റോൺ കല്ല്, ദെൻ സാൻഡ് അല്ലെങ്കിൽ സോയിൽ മണ്ണ്, ദെൻ അതുപോലെ എയർ വായു. ദ ഹാബിറ്റേറ്റ് ആവാസം. A paddy field is an environment that contains all the components necessary for the existence of various organisms. പാഡി ഫീൽഡ് എന്ന് വെച്ചാൽ ഒരു വയൽ എന്ന് പറയുന്നത് അത് ഒരു ചുറ്റുപാടാണ് അല്ലേ. എങ്ങനെയുള്ള ചുറ്റുപാടാണ്? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ പാഡി ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പാർട്ട് ഫ്രം ഫിഷ് ഇറ്റ് ഈസ് ഓൾസോ എ ഹാബിറ്ററ്റ് ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. ഫിഷിന് പുറമെ, ഫിഷിന് മീനിൻ്റെ മാത്രം ആവാസ സ്ഥലമാണോ നമ്മുടെ ഈ വയലെന്ന് പറയുന്നത്? ഒരിക്കലും അല്ല അല്ലേ. ഫിഷ് അല്ലാതെ വേറെ ഒരുപാട് ജീവികളുടെ ആവാസമാണ് അല്ലെങ്കിൽ ഹാബിറ്ററ്റ് ആണ് ഈ വയലെന്ന് പറയുന്നത് അല്ലേ. അവിടെ ക്രെയിൻ ഉണ്ടാവും അല്ലേ, കൊക്കുകൾ ഉണ്ടാവും, അതുപോലെ വേറെ കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്രാബ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ഉള്ള ഒരുപാട് ജീവികളുടെ ഹാബിറ്ററ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പാഡി ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ അല്ലേ. ആർ ദർ എനി അതർ ഹാബിറ്ററ്റ് ലൈക്ക് ദിസ് അറൗണ്ട് അസ്? ഇതുപോലെയുള്ള വേറെ ഏതൊക്കെ ഹാബിറ്ററ്റ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. വേറെ ഏതൊക്കെ ആവാസങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്? പറയാം, നമുക്ക് ഗാർഡൻ അല്ലേ, ഗാർഡനൊക്കെ ഒരു ആവാസമാണ് അല്ലേ. അവിടെ ഒരുപാട് തുമ്പികളും ബേർഡ്സും അങ്ങനെ പലതും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഒരു പോണ്ട് അല്ലേ, ഒരു കുളത്തിൻ്റെ അവിടെ, അതുപോലെ റിവറിൻ്റെ അവിടെ, അതുപോലെ കാട്, അതൊക്കെ ഇതുപോലെയുള്ള ഹാബിറ്ററ്റ് ആണ് അല്ലേ, ആവാസമാണ് അല്ലേ. ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതും വരുന്നത്. ഇനി ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ നിങ്ങളോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്കൂളിൽ ഗാർഡൻ ഉണ്ടാവുമല്ലോ, പൂന്തോട്ടം, അത് നിങ്ങളോടൊന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോടൊരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു നിരീക്ഷണക്കുറിപ്പ്, അതിലെന്തൊക്കെ എഴുതണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആ നിരീക്ഷണം തയ്യാറാക്കാനായിട്ട്. ഓക്കെ. Then present a role play in your class involving living and non-living things in a biodiversity garden. Then അതുപോലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളും അതുപോലെ ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് അല്ലേ. ദെൻ ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. അത് കറക്റ്റാണ് അല്ലേ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്?
ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ദെൻ വൈ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? യെസ്, ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ലിവിങ് തിങ്സിന് ജീവനുള്ള വസ്തുക്കൾക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ എസെൻഷ്യൽ ഫോർ സപ്പോർട്ടിംഗ് ലൈഫ് ആൻഡ് ആർ കീ കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റംസ് വേർ ലിവിങ് തിങ്സ് ത്രൈവ്. എന്താണ് നമ്മുടെ ഈ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള എയർ, വാട്ടർ, സൺലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ലിവിങ് തിങ്സിന് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള വസ്തുക്കളാണ് അവയില്ലെങ്കിൽ ലിവിങ് തിങ്സിന് ജീവിക്കാൻ പറ്റില്ല അതുപോലെ ഈ ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കൾ ജീവിക്കുന്ന അവരുടെ ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ, അവരുടെ ആ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളും കൂടിയാണ് ഈ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ, പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ടു ഗ്രോ while animals need air to breathe and water for survival. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സിന് ചെടികൾക്ക് സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ വേണമല്ലേ, അപ്പോൾ വളർന്നു വരണമെങ്കിൽ. അതുപോലെ തന്നെ അനിമൽസിനാണെങ്കിൽ, മൃഗങ്ങൾക്കാണെങ്കിൽ ബ്രീത്ത് ചെയ്യണമെങ്കിൽ ശ്വസിക്കാൻ എയർ വേണം. അതുപോലെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് വെള്ളമൊക്കെ വേണമല്ലേ, വെള്ളം കുടിച്ചാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ലിവിങ് തിങ്സിന് ജീവിക്കണമെങ്കിൽ നോൺ ലിവിങ് തിങ്സ് അത്യാവശ്യമാണ്. എവറി ലിവിങ് തിങ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്ററ്റ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എല്ലാ ലിവിങ് തിങ്സിനും എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്ററ്റ്, ഒരു ആവാസ സ്ഥലം ഉണ്ടാവും Can you suggest a suitable definition for habitat? ഇനി നിങ്ങളോട് ഹാബിറ്റാറ്റിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയാമോ എന്നാണ് ചോദിക്കുന്നത് ദി നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ആർ കോൾഡ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, ആവാസം എന്ന് പറയുന്നത് ഒരു ജീവിക്കുന്ന അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സിനെയാണ് ആ പ്രകൃതിദത്ത ചുറ്റുപാടുകളെയാണ് നമ്മൾ അതിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഇനി നിങ്ങളോട് നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് അവിടെയുള്ള വിവിധ തരം ഹാബിറ്റേറ്റുകൾ, ആവാസങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം? പാഡി ഫീൽഡ് നെൽപ്പാടങ്ങൾ, ദെൻ പോണ്ട് കുളം, ദെൻ റിവർ നദി, ലേക്ക് എന്ന് വെച്ചാൽ തടാകം, ഗ്രാസ് ലാൻഡ് എന്ന് വെച്ചാൽ പുൽമേട് ദെൻ ഗാർഡൻ പൂന്തോട്ടം, ദെൻ അതുപോലെ ഓഷ്യൻ സമുദ്രം. ഇതൊക്കെ ഹാബിറ്റേറ്റിനുള്ള എക്സാമ്പിൾസ് ആണ് ദെൻ ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ താഴെ തന്നിരിക്കുന്ന ചിത്രം നിങ്ങളോട് നിരീക്ഷിക്കാനാണ്. വിച്ച് ആർ ദ ഹാബിറ്റേറ്റ്സ് ഷോൺ ഹിയർ. ഇവിടെ കാണപ്പെടുന്ന ഹാബിറ്റേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഗ്രാസ് ലാൻഡ് ആണ് പുൽമേടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മരുഭൂമിയാണ് അതിനെന്താ പറയുക, ഡെസേർട്ട് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് കണ്ടൽ കാടുകളാണ്, അതിനെ നമ്മൾ പറയുക, മാൻഗ്രോ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പോളാർ റീജിയൻ ആണ് ധ്രുവ പ്രദേശങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് ഫുഡ് കാർഡാണ്. ദ ഫുഡ് കാർഡ്സ് ഓഫ് 2 ക്രിയേറ്റേഴ്സ് ആർ ഷോൺ ഇൻ ദി പിക്ചർ. ഇവിടെ താഴെ പിക്ചറിൽ തന്നിരിക്കുന്നത് 2 ജീവികളുടെ ഫുഡ് കാർഡ്സ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്ന ക്രിയേച്ചർ ക്രോ ആണ് കാക്കയുടെ ഫുഡ് ഏതൊക്കെയാ? സ്മോൾ ക്രിയേറ്റേഴ്സ് ചെറിയ ജീവികളെ കഴിക്കും. ദെൻ ഫ്രൂട്ട്സ് കഴിക്കും, ഗ്രെയിൻസ് കഴിക്കും, ഫുഡ് വേസ്റ്റ് കഴിക്കും, അതുപോലെ റിമെയിൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ് ചത്ത ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കഴിക്കും. നെക്സ്റ്റ് വരുന്ന ക്രിയേച്ചർ ഏതാ? ഗോട്ടാണ് ഗോട്ടെന്ന് വെച്ചാൽ ആട് ദെൻ അതിൻ്റെ ഫുഡ് ഏതൊക്കെയാ? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് ഇലകൾ, പുല്ലുകൾ, ധാന്യങ്ങളൊക്കെ കഴിക്കും. ദെൻ ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 അതർ ക്രിയേറ്റേഴ്സ്. ഇനി നിങ്ങളോട് ഇതുപോലെ വേറെ 2 ക്രിയേറ്റേഴ്സിൻ്റെ, 2 ജീവികളുടെ ഫുഡ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈസിയാണ് ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ഏതാ ക്രിയേച്ചർ? നമുക്ക് റാബിറ്റ് എടുക്കാം മുയലിൻ്റെ ഫുഡ് ഏതൊക്കെയാ? ഗ്രാസ്, പുല്ല് കഴിക്കും, അതുപോലെ ലീവ്സ്, ഇലകൾ കഴിക്കും, അതുപോലെ ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കൂലേ, ക്യാരറ്റ് ഒക്കെ കഴിക്കൂലേ. ഇതുപോലെ ഏതെങ്കിലും 2 ജീവികളുടെ ഫുഡ് കാർഡ് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.